സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽ സമയത്തെ നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 6-ാം അധ്യായം 15-ാം വാക്യം വായിച്ച് തുടർന്നുള്ള സമയങ്ങൾ ദൈവം തന്നിരിക്കുന്ന ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. സുപരിചിതമായിരിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. പുസ്തകത്തെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അതിന് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഈ ഒരു വചനം, ചെറിയൊരു വചനമാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്നു വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്നു വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. വാഗ്ദത്ത വിഷയത്തെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രോമിസ് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ യഥാർത്ഥാർത്ഥം ഒരുവൻ ചെയ്യും അല്ലെങ്കിൽ ചെയ്യുകയില്ല എന്ന് പറയുന്നതിനെയാണ് പ്രോമിസ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ വാഗ്ദത്തമായിട്ട് എടുക്കുന്നത്. ഇന്നത് കിട്ടും, ഇന്നത് കിട്ടും, ഇന്നത് കിട്ടും എന്നുള്ളതാണ്. എന്നാൽ അത് ചെയ്യത്തില്ല എന്നുള്ളതും പ്രോമിസ് പെടുന്ന. അപ്പൊ അതിന് രണ്ട് വശമുണ്ട്. ഒന്ന്, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ രണ്ടാണ്. ഒന്ന് പ്രോമിസ് എന്നുള്ളത് ലഭിക്കുന്നത്, ദാനമായി ലഭിക്കുന്നതാണ് പ്രോമിസ് എന്നത്. അതുപോലെ തന്നെ മറുഭാഗത്ത് അത് ചെയ്യുകയില്ല അല്ലെങ്കിൽ അത് നടക്കത്തില്ല എന്നുള്ളതും പ്രോമിസാണ്. ഉദാഹരണം പറയാം, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുകയില്ല എന്നത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അത് ഇല്ല എന്നാണ്, അത് പ്രോമിസാണ്, അത് വാഗ്ദത്തമാണ്. മനസ്സിലായിരിക്കുന്നു, നീ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാ പ്രോമിസിനെ കുറിച്ച് നോക്കുമ്പോൾ ലഭിക്കും എന്നുള്ളതാണെങ്കിൽ ദൈവത്തിൽ കഥാവർക്ക് ഞാൻ ഒരു നാളും നിങ്ങളെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ദൈവം ഞാൻ ചെയ്യത്തില്ല, വാക്ക് പറഞ്ഞാണ്. പെറ്റമ്മ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നതും വാഗ്ദത്തമാണ്, ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നതും വാഗ്ദത്തമാണ്. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളും തിരുവചനത്തിലുണ്ട്. ഉടനീളം പഠിക്കുമ്പോൾ ദൈവം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ആണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ ദൈവം ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഉണ്ട്, അതും വാഗ്ദത്തത്തിന്റെ പട്ടികയിൽപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്യും അല്ലെങ്കിൽ ചെയ്യുകയില്ല എന്ന് പ്രോമിസ് ചെയ്യുന്നതാണ് വാഗ്ദത്തം. വിവാഹ സമയത്ത് വാഗ്ദത്തം ചെയ്യാറുണ്ട്, ഉപേക്ഷിക്കത്തില്ല, കരുതിക്കൊള്ളാം, നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്ന വാഗ്ദത്തങ്ങൾ. അപ്പൊ അങ്ങനെ ഈ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ എടുക്കുന്ന അല്ലെങ്കിൽ ഒന്നോ ഇതിലധികം ആൾക്കാർ എടുക്കുന്ന തീരുമാനം. ഇവിടെ നമുക്ക് വാഗ്ദത്തത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവമേകനാണ്. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ദൈവത്തിലെ എല്ലാം വാഗ്ദത്തങ്ങളാണ്. അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ശത്രു നിന്നെ തൊടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതും വാഗ്ദത്തമാണ്. അപ്പോൾ നദി നിന്റെ മീതെ കവിയുകയില്ല, അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്നുള്ളതും വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നിറവേറ്റപ്പെട്ടിട്ടുണ്ടല്ലോ. തീജാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശദ്രക് മേശക്ക് എന്ന ഒരു സമയത്ത് അവരെ ദഹിപ്പിക്കാൻ വേണ്ടിയാണ് സാത്താൻ അന്യാരാധ ശക്തികൾ അല്ലെങ്കിൽ പ്രബലപ്പെട്ടതെങ്കിൽ 7 മടങ്ങ് ശക്തി കൂട്ടിയെങ്കിലും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഞാൻ പറയാതെ എന്റെ ഒരൊറ്റ കുഞ്ഞുങ്ങളുടെ തലയിലൊരു മുടി പോലും കരിഞ്ഞു പോകില്ല. ദൈവം അത് സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ദൈവത്തിന്റെ വാഗ്ദത്തം. സംരക്ഷിക്കുന്ന, കൈവിടുകയില്ല, സിംഹക്കുഴിയിൽ തള്ളിക്കളയാതെ, തീജ്വാലയിൽ തള്ളിക്കളയാതെ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം. സിംഹത്തിന്റെ വായ അടയ്ക്കാൻ വേണ്ടി ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ ദൈവം തന്റെ ദൂതനെ അയച്ചു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കർത്താവ് തള്ളിക്കളയത്തില്ല. ഒറ്റപ്പെടുത്തി നിനക്ക് നന്മ കിട്ടിയപ്പോൾ അസൂയ പൂണ്ട് നിന്റെ അധികാരത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടി അന്നത്തെ സാമ്രാജ്യത്വത്തിന്റെ മേൽക്കോയ്മകളെല്ലാം ഒന്നിച്ചുകൂടി ചിന്തിച്ചപ്പോൾ ദാനിയേൽ ഭയപ്പെട്ടില്ല. കാരണം അവൻ അറിയാമായിരുന്നു
അവൻ വിശ്വസിക്കുന്ന ദൈവത്തിന് സിംഹത്തിന്റെ ഗുഹയിൽ പോയാലും ഒരു കേടും കൂടാതെ വിലയിൽ കൊണ്ടുവരുവാൻ ദൈവശക്തം നൽകാമായിരുന്നു. ഇന്ന് പകൽ സമയം പ്രിയപ്പെട്ട വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദൈവം നൽകാമെന്ന് പറയുന്ന വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാർ അവനിൽ ആമേൻ എന്ന് തന്നെ. അപ്പൊ ദൈവം എന്തു പറഞ്ഞാലും അത് വായിച്ചിട്ട് നമ്മൾ ആ വചനത്തെ കൈവച്ചിട്ട് പറയണം, ഇതെന്റെ വാഗ്ദത്തമാണ്, ആമേൻ എന്ന് പറയണം. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരും. നമ്മളൊരു പക്ഷെ വിചാരിക്കും എല്ലാം അനുകൂലമായി കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തിരിച്ചടി ഉണ്ടാകും, സെറ്റ് ബാക്ക്, തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമ്മള് നിരാശപ്പെട്ടു പോകും, പ്രയാസപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെ പ്രയാസപ്പെടാതെ ഇരിക്കാൻ വേണ്ടി ദൈവം തന്റെ ആത്മാവിനെ തന്നിട്ടുണ്ട് എന്ന് സമയം ഞാൻ അത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുടെ ബന്ധത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ തന്ന് ഈ വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത്. അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നവരുമുണ്ട്, വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങളുമുണ്ട്. രണ്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ മറ്റൊരു വിഷയം വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണെന്ന് എടുത്ത് ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ച് അതിലേക്ക് ഞാൻ പോകുന്നില്ല. വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നിരവധി വാഗ്ദത്തങ്ങൾ, അതിനകത്ത് യേശുക്രിസ്തു എന്ന വാഗ്ദത്തം, അത് 13-ാം അധ്യായം 23 വാക്യങ്ങൾ എടുത്ത് ചിന്തിക്കേണ്ട വിഷയമാണ്. സമയമില്ലാത്ത അതിലേക്ക് പോകില്ല. അപ്പൊ യേശുക്രിസ്തു എന്ന വാഗ്ദത്തം, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം, അതുപോലെ തന്നെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം, പുത്രത്തിന്റെ വാഗ്ദത്തം, പൊതുവാന ഭൂമിയെ കുറിച്ചുള്ള വരുവാനുള്ള ലോകത്തേക്കുള്ള വാഗ്ദത്തം, അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ ദൈവത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങളെല്ലാം എടുത്ത് ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. എന്നാൽ ഈ വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് വിശ്വാസത്തിന് ക്ഷീണം സംഭവിക്കുന്നത്, എങ്ങനെ നമുക്കതിൽ ശക്തിപ്പെടാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് വിശ്വാസവീരന്മാരുടെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ അതിനകത്ത് വളരെയധികം ശക്തിയോടെ നിൽക്കുന്നവരെ കാണാൻ സാധിക്കുന്നുണ്ട്. സാറ വിശ്വസനീയത എണ്ണി അവൾ വിശ്വസിച്ചത് അവൾക്ക് പ്രായമായെങ്കിലും ദൈവ വാഗ്ദത്ത സന്തതി ഇസ്ഹാക്കിനെ കൊടുക്കുമെന്നാണ് അവൾ വിശ്വസിച്ചത്. അതേക്കുറിച്ചാണ് ഇബ്രാഹിം 11-ാം വാക്യത്തെ പറയുന്നത്. സാറ ഇസ്ഹാക്കിന്റെ ജനനത്തിൽ വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിച്ചത്, അവൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ വിശ്വസിച്ചത് തന്റെ പുത്രൻ മരിക്കേണ്ടി വന്നാലും മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിക്കുന്നു വിശ്വസിച്ചു. അതവന്റെ വാഗ്ദത്തം മുറുകെ പിടിപ്പാടിയാത്തത്. ഇസ്ഹാക്ക് വിശ്വസിച്ചത് 20-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഭാവികാല സംബന്ധമായി അവന് വിശ്വാസമുണ്ടായി, വാഗ്ദത്തമുണ്ടായി, പ്രത്യാശ ഉണ്ടായി. അപ്പോൾ സാറയുടെ വിശ്വാസം തന്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമെന്നുള്ള വിശ്വാസമായിരുന്നു. അവൾ ക്ഷീണിച്ചു പോയത്. പ്രായം ഏറിയപ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുള്ള ദൈവ സംസാരം കേട്ട് ദൈവദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിച്ച സാറയ്ക്കറിയാമായിരുന്നു, കാത്തിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഒന്നും നഷ്ടം വരത്തില്ല, അത് പ്രയോജനമായി തിരികെയുള്ളൂ എന്നുള്ളത് അറിയാമായിരുന്നു. അതുപോലെ അബ്രഹാമിന് അറിയാമായിരുന്നു, തന്റെ മകനെ യാഗം കഴിപ്പിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞപ്പോൾ അതവൻ ചെയ്ത കാരണം എന്ന് പറഞ്ഞാൽ, അവൻ വിശ്വാസം ചെയ്യാൻ കാരണം അവനെ ഉയർപ്പിക്കും എന്നുള്ള അവന് വലിയ ഒരു ഉറപ്പുണ്ടായിരുന്നു. ലേഖനം 11-ാം വാക്യം വായിച്ചാൽ മതി. എന്നാൽ ഈ ഇസ്ഹാക്കിനെ സംബന്ധിച്ച് അവൻ തീർന്നു പോകത്തില്ല, ഭാവിയെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷയുള്ളവനായിരുന്നു ഇസ്ഹാക്ക്. അതുകൊണ്ടാണ് ഇവർക്കാർക്കും അവര് തളർന്നു പോകാതിരുന്നത്, അവർ വിശ്വാസത്തെ മടുക്കാതിരുന്നതിന്റെ കാരണം അതായിരുന്നു. ഒന്ന്, എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാകുമ്പോഴും അതെല്ലാം അങ്ങനെ സംഭവിക്കുമ്പോഴും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ് എന്നുള്ള വിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയോജനമായി തീരുവാൻ കഴിയാത്തതെന്നു എന്നുള്ളത് ദൈവം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ റോമർക്കെഴുതിയ ലേഖനത്തിലാണ് ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയത്. നമുക്കറിയാവുന്ന വചനമാണ് 4-ാം അധ്യായത്തിലെ 19-ാം വാക്യം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജ്ജീവമായി പോയതും
സാറയുടെ ഗർഭപാത്രം നിർജീവത്തെ ഗ്രഹിച്ചിട്ടും വിശ്വാസം ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാക്തത്വത്തിൽ അവിശ്വാസത്താൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന 20-ാം വാക്യമാണ്. ദൈവത്തിന്റെ വാക്തത്വത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കും. ഇതിന്റെ അർത്ഥം അവരൊരിക്കലും അവിശ്വസിച്ചില്ലെന്നല്ല ഇതിന്റെ അർത്ഥം. സംശയം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോ അങ്ങനെ വിശ്വാസത്തിന്റെ തികവിൽ നിൽക്കുന്ന ഒറ്റ മനുഷ്യൻ പോലും ഭൂമിയിലില്ല. ഒരുവൻ മാത്രമേ ഉള്ളൂ, വിശ്വാസ നായകനും പൂർത്തിവരുത്തുന്നവനായ യേശു ഒഴികെ ബാക്കിയുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ വിശ്വാസികളാണ്, ദൈവമക്കൾ. നമ്മളൊക്കെ ഒരുപാട് സാക്ഷിയൊക്കെ പറയും. പക്ഷെ ചെറിയൊരു വിഷയം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഷെയ്ക്കാവും, ഇളകും. അത് മാനുഷികമാണ്, മണ്ണിന്റെ പ്രത്യേകത. മണ്ണിൽ നിന്നുണ്ടാക്കിയതാ. ഈ മണ്ണിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചത് കൊണ്ട് നമുക്ക് എപ്പോഴും ഷേക്കിംഗ് ആണ്. നമ്മള് പല വിഷയങ്ങളെ ഓർത്ത് ചിലപ്പോൾ വളരെ നിർജ്ജീവമായിട്ട് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടന്നുപോയ സന്ദർഭങ്ങളൊക്കെ ഇല്ലേ, ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തോടെ പോയി, അപ്പൊ അത് നിർജ്ജീവമായി പോയി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് എപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തിന് 100% സ്തോത്രം പറഞ്ഞ ജീവിതമാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്കങ്ങനെ ഒരു സാക്ഷ്യം പ്രസ്താവിക്കാൻ കഴിയത്തില്ല. ഞാൻ തൊട്ടാവാടിയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയം വന്നാൽ വേഗത്തിൽ ഞാൻ തളർന്നു പോകുന്നവനാണ്. അപ്പോൾ എന്നാൽ ആ തളർച്ച വരുമ്പോൾ അത് തളർന്ന് നശിച്ചു പോകാതിരിക്കുന്നത് ദൈവം ഓർക്കുമ്പോൾ ശക്തിപ്പെടുവാൻ ഇടയായിത്തീരും എന്ന് പകർസമയം പ്രിയപ്പെട്ടവര്, വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിന്റെ വാക്തത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ ഇപ്പോൾ അവിശ്വാസം സംശയം വന്ന് നമ്മൾ ക്ഷീണിച്ചു പോകുന്നതിന്റെ കാരണം എന്താകുന്നു എന്നാണ് ഇന്നത്തെ സന്ദേശം. അതിനൊരു സംഭവ പശ്ചാത്തലം എടുത്ത് നമുക്കത് മനസ്സിലാക്കിയെങ്കിലേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ വാക്തത്വത്തെ കുറിച്ചും ഒരു നിരവധി മെസ്സേജുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവ് എന്നെ ഈ ഒരു വിഷയം തന്ന് ഞാൻ എടുത്ത വിഷയത്തിൽ നിന്ന് മാറ്റി വേറൊരു വിഷയം സംസാരിപ്പിക്കുന്നത്, മനുഷ്യനെ നമ്മള് തികവായിട്ടില്ല, തികവുള്ളവരല്ല, ഒന്നുമായിട്ടില്ല. അബ്രഹാമൊക്കെ പറഞ്ഞെങ്കിലും സാറയൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും എത്രയോ അവിശ്വാസം കൊണ്ട് ജീവിതമുണ്ടായി. പക്ഷേ ആ വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനായതുകൊണ്ടാണ് ഉറയ്ക്കാൻ സാധിപ്പിച്ചത്. ആ സമയത്ത് മാനുഷികമായി സാറയും ക്ഷീണിച്ചുപോയി, മാനുഷികമായി അബ്രഹാം ക്ഷീണിച്ചുപോയി, മാനുഷികമായി ഇസ്ഹാക്ക് ക്ഷീണിച്ചുപോയി, മാനസികമായി എബ്രഹാം ക്ഷീണിച്ചുപോയി. അത് കേൾക്കുന്ന എല്ലാവരും ക്ഷീണിച്ചുപോയി, നമ്മുടെ ജീവിതത്തിൽ ക്ഷീണിച്ചുപോയി. എന്നാൽ നമ്മോട് വാക്ക് പറഞ്ഞവൻ, വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനായതുകൊണ്ട് ഞാനും നിങ്ങളും ക്ഷീണിച്ചു പോയപ്പോൾ അവിടുന്ന് കൈപിടിച്ച് ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് നമ്മെ എഴുന്നേൽപ്പിച്ചത് നമ്മുടെ വിശ്വാസത്തിന്റെ തീക്ഷ്ണത കൊണ്ടല്ല, യേശു ക്രിസ്തുവിന്റെ കൃപ കൊണ്ടാണ്, കർത്താവിന്റെ കരുണ കൊണ്ടാണെന്ന് ഇന്ന് പകൽ സമയം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായല്ലോ. ഞാൻ തളർന്നു പോകുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, നിരാശപ്പെട്ടു പോകുമ്പോൾ ഞാൻ അതങ്ങനെ അതിൽ നശിച്ചു പോകാതിരിക്കുവാൻ ദൈവത്തിന്റെ കരുതൽ നോക്കി, ദൈവത്തിന്റെ സ്നേഹം അടുത്തു വന്ന് ദൈവത്തിന്റെ കരം തൊട്ട് എന്നെ ശക്തിപ്പെടുത്തി എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഇന്ന് പകൽ സമയം ഉപവാസ പ്രാർത്ഥന സ്തോത്രം ചെയ്യുക. ഈ വർഷത്തിന്റെ എല്ലാ നാളുകളിലും സമയങ്ങളിലും അത് ഗ്രഹിച്ചെടുക്കുവാൻ, മനസ്സിലാക്കുവാൻ, അതെ കഴിഞ്ഞ നാളുകളിൽ അവൻ കരം പിടിച്ച് ശക്തീകരിച്ച് ബലപ്പെടുത്തി വാക്ക് തന്ന് നമ്മെ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് സംസാരിച്ച് കൂട്ടായ്മ നമ്മെ ഉയർത്തിക്കൊണ്ടുവന്ന, നിലനിർത്തിയ, വിശ്വാസികളുടെ കൂട്ടത്തിൽ നിർത്തിയ ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു, ഗാനമകപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ഈ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്നതെന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം, അതിൽ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ
എന്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, ഞാൻ അവയെ അറിയുകയും അവയെന്നെ അനുഗമിക്കുകയും ചെയ്യും. അപ്പോൾ ആടുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവർക്ക് വിശ്വാസമുണ്ട്. അപ്പം ആരാണ് നമ്മളെ ഈ കൂട്ടത്തിലേക്ക്? നമ്മളെല്ലാം ചേർന്നാണോ? അല്ല. ഞാൻ വന്ന് സഭയ്ക്കേറിയാണ് ചെയ്തത്? അല്ല. ദൈവത്തിന്റെ രക്ഷാകരണമായ രക്ഷയുടെ പദ്ധതി ദൈവം സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാണുമ്പോൾ അത് ദൈവത്തിന്റെ വചനം കേട്ടാൽ അതിന് മാനസാന്തരം ഉണ്ടാകുമെന്ന് സ്വർഗം കണ്ടുകൊണ്ട് സ്വർഗം ആകർഷിച്ച് നമ്മെ തെരഞ്ഞെടുത്തതാണ് കർത്താവ് നമ്മളെ കൂട്ടത്തിലാക്കിയത്. ഇങ്ങനെയാണ് നമ്മൾ കൂട്ടത്തിൽ വന്നത്. അല്ലാതെ നമ്മളാരും ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അങ്ങോട്ട് വന്നതൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ശരിയാണ്, പക്ഷെ ആ അന്വേഷണം കണ്ടുപിടുത്തം ദൈവം നോക്കിയപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത് നമ്മളെ കൂട്ടത്തിലാക്കി തീർത്തു. അപ്പോൾ അങ്ങനെ കൂട്ടത്തിൽ എടുത്ത ദൈവം ഒന്നാമതേ കൂട്ടത്തിൽ വിളിച്ച ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. പത്രോസിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിനെയാണ് പ്രഥമ ശിഷ്യനായത്. അപ്പൊ വിശ്വാസികളുടെ സമൂഹത്തിൽ പുതിയ നിയമത്തിന്റെ ചരിത്രം രേഖപ്പെടുത്താമെങ്കിൽ ഇപ്പൊ എബ്രായ ലേഖനത്തിൽ വിശ്വാസവീരന്മാരുടെ ചരിത്രം, പഴയ നിമിഷന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തി. അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹാവേൽ മുതൽ ഇങ്ങോട്ടുള്ള പരമ്പരകൾ എഴുതി കൊണ്ടുവരുവാനിടയാത്തുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശ്വാസികളുടെ പട്ടിക എഴുതുവാൻ തുടങ്ങുകയാണെങ്കിൽ അതിനകത്ത് കർത്താവ് യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ വിശ്വാസാനുഭൂതിവചനമായി വന്നിട്ട് സഭയുടെ കൂട്ടമായി വിളിക്കപ്പെട്ടതിൽ ഒന്നാമനായിരുന്നു പത്രോസ്. ഈ പത്രോസ് ഉണ്ടായ അനുഭവം നമുക്കറിയാം. ഞാൻ ഈ വചനം നിങ്ങളൊന്ന് അണ്ടലിച്ചതോണം കർത്താവ് പറയുന്നത്, നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലാകിയാൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ വിശ്വസിക്കുന്നവരുടെ കൂട്ടം ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണ് സഭ. എന്തിനാ വിശ്വസിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആടുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മൾ. അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവരാണ്, അവന്റെ വാക്തത്വങ്ങൾ വിശ്വസിക്കുന്നവരാണ് ആ കൂട്ടം. വിശ്വസിയുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നെന്ന് നമുക്ക് വചനത്തിൽ കേൾക്കാം. എന്ന് പറഞ്ഞാൽ അവരൊരു കൂട്ടമായി തീർന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ച് വേർതിരിച്ച് ഒരു കൂട്ടമായി തീർന്നപ്പോൾ അത് ഏത് രാജ്യത്തുമാകട്ടെ, ഏത് സ്ഥലത്തുമാകട്ടെ, ഒറീസയിലാകട്ടെ, പഞ്ചാബിലാകട്ടെ, അത് കേരളത്തിലാകട്ടെ, ഏത് കോണിൽ എവിടെയാണെങ്കിലും വിശ്വസിക്കുന്നവരുടെ ഒരു കൂട്ടമുണ്ട്. അതിനെയാണ് ആഗോള സഭ എന്ന് പറയാം. ആഗോള സഭ കൂട്ടം, വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടം, അതാണ് സഭ. വിളിച്ച് വേർതിരിക്കപ്പെട്ടു. ആരാ വിളിച്ച് വേർതിരിച്ചത്? സ്വർഗീയ വിളിയുടെ ഉടമസ്ഥനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സന്ദേശമാകുന്ന സുവിശേഷത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഒഴിഞ്ഞു നടന്നിരുന്ന, തെറ്റിപ്പോരുന്ന ആടുകളായിരുന്നു നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരും അവന്റെ കൂട്ടത്തിൽ, അവന്റെ ആടുകളാണ്. മനുഷ്യരെ നിങ്ങൾ ആടുകൾ എത്രയെന്നാണ് എഗസ്റ്റിൽ പറയുന്നത്. നിങ്ങൾ ആടുകളാണ്. അതിനെ ഭൂമിച്ചിരിക്കുന്ന ആടിനോട് ബന്ധത്തിലാണ്. എന്നാൽ തെറ്റി ഒഴിലപ്പെട്ട് അന്യപ്പെട്ടു പോയപ്പോൾ, ചിന്നിച്ചെതറിപ്പോയപ്പോൾ, ആരും നോക്കാനില്ലാതിരുന്നപ്പോൾ, ഒരു സാന്ത്വനം കിട്ടാതിരുന്നപ്പോൾ, ഒരു ആശ്വാസവാക്കില്ലാതെ ചിന്നിച്ചെതറിപ്പോയപ്പോൾ, ആരും ഇല്ലാതൊരു ഇടയൻ ഇല്ലാതെ ഇരുന്ന സന്ദർഭത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നല്ല ഇടയനാകുന്ന ക്രിസ്തുവിനെ നമുക്ക് പിൻപറ്റുവാൻ, അവന്റെ ശബ്ദത്തിന്റെ മാധുര്യം, അവന്റെ ശബ്ദത്തിന്റെ അധികാരത്തിന്റെ പരിധിക്കുള്ളിൽ നിൽക്കുവാൻ കൃപ തന്നതിനായി ഇന്ന് പകൽ സമയം ഞാൻ സ്തോത്രം ചെയ്യുക. എന്നെയും നിങ്ങളെ നയിക്കുന്നത് ആ ഇടയന്റെ ശബ്ദമാണ്. ആ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തിന്റെ ശക്തിയാണ് നമ്മെ ഒരു കൂട്ടമായി നിർത്തിയിരിക്കുന്നതിനെ ചിതറിച്ചു കളയുവാൻ പലരും ശ്രമിക്കപ്പോഴും ഒരിക്കലും ചിതറിക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ നിർത്തുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. സക്കരാവിന്റെ പ്രവചന പ്രകാരം 13-ാമത്തെ 7-ാം വാക്യത്തിൽ ഒരു വാക്യം പറഞ്ഞിരുന്നു. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ. അതിനെ സക്കരാപ്രവചനത്തെ ആ വാക്യങ്ങളെ എടുത്ത് അതിനെ പുതിയ നിയമത്തെ എടുത്തപ്പോൾ ഇങ്ങനെയാണ് എഴുതുക. 13-ാമത്തേത് പറയുക, 7-ാമത്തേതിൽ വാളെ എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പോകണന് ഇടയനെ വെട്ടുക, ഞാൻ ചെറിയവരുടെ നേരെ കൈതിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വചനം, വാളെ എന്റെ ഇടയന്റെ നേരെയും
എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക. അപ്പോൾ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള അതിമഹത്തായിരിക്കുന്ന പ്രവചന വാക്തത്വങ്ങൾ, അവൻ അനുഭവിക്കേണ്ട കഷ്ടതകൾ, പിൻവരുന്ന മഹിമയെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് പഴയ നിയമത്തിൽ. പറയാണ്, വാളയെ എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും. ഈ കൂട്ടാളി എന്ന് പറയുമ്പോൾ പിതൃപുത്രമാവുന്നത് കൂട്ടാണ്. അതിനെ ആർക്കും ആ ബന്ധത്തെ തകർക്കാൻ കഴിയത്തില്ല. എന്നിട്ട് പറയാ, എന്റെ കൂട്ടാളിയ പുരുഷൻ നേരെയും ഉണരുക എന്ന്. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക എന്ന് രേഖപ്പെടുത്തി. ഈ പ്രവചനം നിവർത്തിയിരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിലെ ആ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 26-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് പറഞ്ഞു. ആടുകൾ ചിതറിപ്പോകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. അതിന്റെ ആ പ്രവചനം നിവർത്തിയിരിക്കുന്നത് 56-ാം വാക്യത്തിലാണ്. എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവർത്തിയാകേണ്ട സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. അപ്പോൾ പ്രവചന വാക്കുകൾ അതുപോലെ തന്നെ നിവർത്തീകരിച്ചു. അപ്പോൾ എന്റെ ഇടയനും എന്റെ കൂട്ടാളിയുമായ പുരുഷനെ ദൈവം എന്ത് ചെയ്തു? ശിക്ഷയ്ക്കേൽപ്പിച്ചപ്പോൾ, മനുഷ്യപാപത്തിന് വേണ്ടി തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചപ്പോൾ ദയ്യാണ് ഇടയനെ വെട്ടുക, ആടുകൾ ചെതറിപ്പോകത്തക്കവണ്ണം അവൻ കൂടെ കൊണ്ടു നടന്ന ശിക്ഷഗണങ്ങൾ ഇത് സംഭവിച്ച സമയത്ത് അവനെ വിട്ട് ഓടിപ്പോയെന്നാ പറയിക്കുന്നത്. അതാണ് 56-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്. ഇതിന് മുമ്പുള്ള ഭാഗങ്ങളൊക്കെ ഈ വളരെ അധികമായി യേശുവിന്റെ കൂടെ ഇവർ നടക്കുകയും ഇവർ വന്ന് പിടിക്കാൻ വരുമ്പോൾ അവര് ഗെത്സമനയിൽ തോട്ടത്തിൽ യേശുവിനോട് കൂടെ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ കൂടെ പോയ ആൾക്കാരാണ്. അപ്പോൾ യേശുവിനെ പിടിക്കുന്ന സമയത്ത് ഈ പത്രോസ് ഇടറിപ്പോകാതെ അവൻ എന്ത് ചെയ്തു? വാളൊക്കെ എടുത്ത് മഹാപുരുതനായിരിക്കുന്ന എന്റെ കാത് അറുത്ത് കളഞ്ഞു വെക്കുക, അങ്ങനെ ശക്തിയെ കാണിച്ചു. പക്ഷേ കർത്താവിനോട് പറഞ്ഞു, വാള പുറയിലിടാൻ പറഞ്ഞു. അതിനുശേഷമായി കാണാൻ സാധിക്കുന്നത്, എന്നാൽ ഇതൊക്കെയും പ്രവാചക എഴുത്തുകൾ നിവൃത്തിയാകേണ്ടത് സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഈ ഓടിപ്പോയപ്പോഴും, ക്രിസ്തുവിനെ വിട്ട് ഓടിപ്പോയപ്പോഴും ഭയങ്ങൾ നിമിത്തം ഓടിപ്പോവുക, പ്രവചനത്തിന് നിവൃത്തികരണത്തിന് വേണ്ടി ഓടിപ്പോയതാണ്. കർത്താവിനറിയാം, കൂടെ നിന്ന് കഴിഞ്ഞാൽ യേശുവിനെ ക്രൂശിക്കുന്നതിന് മുമ്പായി തന്റെ ശിഷ്യന്മാരെ കൊന്നുകളയും. അതുകൊണ്ട് ദൈവം അവരെ ഓടിച്ചു വിട്ടു. സ്വഗ്രഹപ്രവചനത്തിന് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല യേശുവിനെ വിട്ട് ഓടിപ്പോയത്. നിവൃത്തികരണം. കാരണം ഇടയൻ മാത്രം അന്ന് യാഗമായി തീർന്നാൽ മതി. ആടുകൾക്കൊരു കുഴപ്പം അന്ന് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇടയനെ വെട്ടുക, ആടുകൾ ഞാൻ ഈ രാത്രി നിങ്ങൾ എല്ലാവരും എങ്കിലിടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിൽ ആടുകൾ ചെതറിപ്പോകുമെന്ന് സഖര്യാവിന്റെ പ്രവചനത്തിൽ പ്രവചിച്ച പ്രവചനം നിവൃത്തിയായ രാത്രി യേശുവിനെ പിടിച്ച രാത്രിയാണ്. എത്രയോ വർഷങ്ങൾ മുമ്പ് പ്രവചിച്ച പ്രവചനം അത് രാത്രിയിൽ അത് നിവൃത്തിയിരിക്കപ്പെടുമ്പോൾ ശിഷ്യന്മാർ അവനോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞപ്പോൾ അവര് എല്ലാവരും എന്ത് ചെയ്തു? അവനെ വിട്ട് ഓടിപ്പോകുവാനായിട്ടിടയാക്കും. അവനെ വിട്ട് ഓടിപ്പോയി. എന്നാൽ ഈ ഓടിപ്പോയെങ്കിലും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകാൻ കഴിയാതിരുന്ന, അവന്റെ ശബ്ദം കേട്ട ആടുകളായിരുന്ന യോഹന്നാനും അതുപോലെ ശിഷ്യന്മാർക്കും പിന്നെയും ഇവന്റെ പിന്നാലെ ചെല്ലണം എന്നുള്ള ഒരാഗ്രഹമുണ്ടായിരുന്നു. തുറന്നു പറയുന്നത്, യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ, ഞാൻ വായിക്കുന്നത് മത്തായി 26-ാം അധ്യായം 57 വാക്യം. യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യപ്പയുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടി നിർത്തി അവനെ കൊണ്ടുപോയി. എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിടിഞ്ഞെന്ന് അകത്ത് കിടന്ന് അവസാനം കാണുവാൻ സേവകരോട് കൂടെ ഇരുന്നു.
ഒരു മനസ്സിലായി തീരാൻ പോവുക. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വലിയ സ്വർഗീയ മർമ്മം വെളിപ്പെടുത്തിയ പത്രോസ് ദൈവപ്രകാരം കൂട്ടം ചെതറിപ്പോയപ്പോൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു. മനസ്സിലായോ? എങ്ങനെയാ വിശ്വാസത്തിൽ ക്ഷീണമുണ്ടാകുന്നത്? ചിതറപ്പെട്ടു പോയപ്പോ. കർത്താവ് പറഞ്ഞതാ, എന്റെ ആടുകൾ, എന്റെ കൂട്ടത്തിലുള്ളവർ എന്നെ വിശ്വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ഞാൻ വായിച്ചത്, ആ ഭാഗം വായിച്ചു. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ നിൽക്കുമ്പോൾ മാത്രമേ വിശ്വാസമുള്ളൂ. ചിതറപ്പെട്ടു പോയാൽ വിശ്വാസം ക്ഷീണിച്ചു പോകും. സാഹചര്യത്തിന്റെ ആ സമ്മർദ്ദം വന്നപ്പോൾ ദൈവത്തിന്റെ നിവൃത്തീകരണത്തിന് വേണ്ടി ദൈവത്തെ ചിതറിച്ചു കളഞ്ഞപ്പോൾ വിശ്വാസം പോയി. നിങ്ങളുടെ വിശ്വാസം പോകാതിരിക്കുവാൻ വേണ്ടി ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു. പല സന്ദർഭങ്ങളിലായി യേശുവിൽ നിന്ന് അകറ്റിക്കളയുവാൻ, വിശ്വാസം ഇല്ലാതാക്കി കളയാൻ വേണ്ടി പലപ്പോഴും സാത്താൻ പരിശ്രമിച്ചപ്പോൾ ശിമോനെ ഗോതമ്പ് പാറ്റയുടെ നിന്നെ പല പ്രാവശ്യം എന്ത് ചെയ്തു? അവൻ അനുവാദം ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചില്ല, എന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടത്. എങ്ങനെയും പാറ്റി കാറ്റടിച്ച് യേശുവിൽ നിന്ന് അകറ്റിക്കളയാൻ വേണ്ടിയാണ് ശത്രു കാറ്റ് അഴിച്ചുവിടുന്നത്. ഇന്ന് പകൽ സമയം സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും സഭയ്ക്കും ദൈവമക്കൾക്കുമെതിരെ ശത്രു അഴിച്ചുവിട്ടിരിക്കുന്ന കാറ്റുകളുണ്ട്. പാറ്റിക്കളയാൻ വേണ്ടി, അതെ, ഇല്ലാതാക്കിക്കളയാൻ വേണ്ടി, മാറ്റിക്കളയാൻ വേണ്ടി അഴിച്ചുവിട്ടിരിക്കുന്ന കാറ്റുകൾ അടിക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾ പറയുന്ന കഷ്ടതയിലാണെന്ന് പറയാം. ഇവിടെയുള്ള കർത്താവിന്റെ ശിഷ്യന്മാർ അവർ പോകുമ്പോൾ കാറ്റും കോളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ യേശുവിന്റെ ആ കൂട്ടായ്മ നഷ്ടപ്പെടുത്തി കളയുവാൻ ആ കാറ്റും കോളും അടിക്കുമ്പോൾ യേശു എഴുന്നേറ്റ് ശാസിക്കുക അദ്ദേഹത്തെ. ഇവിടെ അതാ സംഭവിച്ചത്. ശത്രു പലപ്പോഴും നമ്മെ പാറ്റിക്കളയാൻ വേണ്ടി അവൻ കാറ്റഴിച്ചു വിടാറുണ്ട്, പ്രശ്നങ്ങൾ അഴിച്ചു വിടാറുണ്ട്, പ്രതിസന്ധി അഴിച്ചു വിടാറുണ്ട്. അത് തട്ടുന്നതിന് മുമ്പായി തട്ടുവാൻ അവൻ അവൻ അതിൻ്റെതായ ശക്തികൾ ആഞ്ഞടിക്കുമ്പോൾ കഥ പറയുക, ഞാൻ സമ്മതിക്കയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നമ്മെ പാറ്റിക്കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ, നമ്മുടെ തലമുറകളെ പാറ്റിക്കളയുവാൻ, കുടുംബങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ശത്രു കാറ്റഴിച്ചു വിടുമ്പോൾ ഇന്ന് പകൽസമയം ആത്മാവിൽ വിളിച്ചു പറയുക, യേശുവിന്റെ സ്നേഹം ആ നമ്മുടെ മേൽ വാഗ്ദത്തമായിട്ടുള്ളത് കൊണ്ട് നിലനിന്ന് പോകുന്നത്. കഥ പറഞ്ഞു, ഞാൻ അനുവദിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് നിൽക്കുന്നത്. എന്നാൽ ദൈവവചനത്തെ നിവൃത്തിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും? അല്പസമയം മാറി നിൽക്കാൻ നമ്മളെ അനുവദിച്ചു. ഇവിടെ ശിക്ഷകണങ്ങളിൽ കർത്താവ് മാറ്റിവിട്ടത് ശത്രു അഴിച്ചുവിട്ട കാറ്റായിരുന്നില്ല. എന്നാൽ ദൈവം ആയ കർത്താവുടെ നന്മയ്ക്ക് വേണ്ടി, അതേ ദൈവസഭയുടെ മുൻപോട്ടുള്ള ആ പ്രവർത്തനത്തിന് വേണ്ടി അവരെ കണ്ടതുകൊണ്ട് ഇവിടെ ശത്രു അയച്ചുവിട്ട കാറ്റുകൊണ്ടല്ല പത്രോസും യോഹന്നാനും ഒക്കെ ഓടിപ്പോയത്. ഓടിപ്പോയത് ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തിന്റെ നിവൃത്തീകരണത്തിന് വേണ്ടി അവർ ഓടിപ്പോയത്. എന്നാൽ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചു വരുമ്പോൾ, വല്ലാതെ കാറ്റടിക്കുമ്പോൾ, ഇവിടെ ഇപ്പോൾ സത്യത്തില് ഈ ഇടയനെ വെട്ടുന്നുള്ള വചനം വന്ന് യേശു പിടിക്കപ്പെട്ടു, എല്ലാം തീർന്നു എന്നുള്ള ചിന്ത വന്നപ്പോൾ അതുവരെ 3.5 വർഷം കൊണ്ടു നടന്ന് പണിതുകൊണ്ടുവന്ന പത്രോസിന്റെ ഒക്കെ ജീവിതത്തിന്റെ ആ വിശ്വാസം വേഗത്തിൽ ബലൂൺ അഴിച്ചുവിടുന്ന പോലെ കാറ്റമങ്ങിപ്പോയി, തീർന്നുപോയി. ഒറ്റക്കുത്തിന് ആ വിശ്വാസത്തിന്റെ മുഴുവൻ തീർന്നു. പകൽ സമയം കൃപയാൽ നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. പരിശുദ്ധനാവുന്ന ആ കാറ്റ് നമ്മുടെ മേലെ അടിക്കുന്നത് കൊണ്ട് ആണ് ദുഷ്ടൻ നമ്മളെ പാറ്റാതിരിക്കുന്നത്. കഥാ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധമാവുന്ന ആ പരിശുദ്ധ കാര്യസ്ഥൻ നമുക്ക് വേണ്ടി കാര്യം നടത്തുമെന്ന കൊടിയ കാറ്റ് പോലെ ഇറങ്ങി വന്ന ആ പരിശുദ്ധാത്മാവാണ് ഭൂമിയിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തിയത്. നമുക്ക് പല സന്ദർഭങ്ങളിൽ ഇതേക്കുറിച്ച് പഠിക്കാനുണ്ടെങ്കിൽ ഞാൻ ഈ സന്ദർഭ വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കുന്നത് നന്നായിരിക്കുമല്ലോ. അങ്ങനെ ഒന്നിച്ചു കൂടി നിർത്ത് അവനെ കൊണ്ടുപോയി. ഈ
ഈ യോഹന്നാനും എത്തിയിരുന്ന യോഹന്നാനും മഹാപുരോഹിതന്റെ പരിചയമുള്ള ആളായതുകൊണ്ട് അവന് നടുമുറ്റത്ത് കയറാൻ സാധ്യത കിട്ടി. അവനെ കയറിയപ്പോൾ അവൻ പറഞ്ഞിട്ട് ഈ പറയുന്ന പത്രോസിനെ അവിടെ കയറ്റി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് ചെന്ന് അവസാനം കാണാൻ സേവരോട് കൂടെ ഇരുന്നു. എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ ഇവിടെ കർത്താവ് പറഞ്ഞ വചനപ്രകാരം ദൈവം പറഞ്ഞു, എല്ലാവരും എന്നെ തള്ളിക്കളയും, മനുഷ്യത്വം ത്യജിക്കപ്പെടും, കയ്യിലേൽപ്പിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ വചനം ഇവർക്കറിയാം. ഇനി എന്തായിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ എന്നുള്ളത് അറിയാൻ വേണ്ടി പത്രോസും ഈ പറയുന്ന സേവകരോട് കൂടെ പോയി ഇരിക്കുക, അവനോട് പോയി ഇരിക്കുക. ആരായിരുന്നു ഇപ്പോൾ? വിശ്വാസം പോയി ചെതറപ്പെട്ടു പോയതാണെങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ശബ്ദം അവന്റെ മേലുള്ളത് കൊണ്ട് ദൂരവേ അനുഗമിപ്പാൻ കഴിയാത്തത്. പത്രോസ് ദൂരവേ മഹാപുരോഹിത അരമനയോളം പിൻചെന്ന് അകത്ത് കടന്നു, ദൂരവേ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ 3.5 വർഷം കൂടെ നടന്നതാണ്. പ്രതിസന്ധി വന്നപ്പോൾ ആ പത്രോസ് യേശുവിൽ നിന്ന് പൂർണ്ണമായും മാറിപ്പോയില്ല. ശിഷ്യന്മാർ ഓടിപ്പോയെങ്കിലും അവർ അകന്നുപോയില്ല. ഇന്ന് പകൽ സമയവും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ നാം ദൂരവേ പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറാൻ കഴിയാത്തത് കൊണ്ട് ചേർത്ത് നിർത്തിയ യേശുവിന്റെ സ്നേഹത്തിന്റെ ശബ്ദം, വാക്തത്വങ്ങൾ, വചനങ്ങൾ നമ്മെ ദൂരവേ നമുക്ക് അവനെ അനുഗമിപ്പാൻ കഴിഞ്ഞല്ലോ. ആ ദൂരവേ അവനെ അനുഗമിപ്പാൻ ഇടയാക്കുന്നതിന്റെ പിൻപിൽ പ്രവർത്തിച്ചത് യേശുവിന്റെ ശബ്ദമായി, വചനമായി. അവിടെ ദൂരവേ ചെന്ന് മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്നു. യേശുവിനെ ഇപ്പോൾ ഈ പത്രോസ് പിൻചില്ലേ? നമുക്കറിയാം ഇതെന്താ സംഭവിച്ചെന്ന്. യേശുവിനെ കൊണ്ടുപോകുമ്പോൾ ഓടിപ്പോയി, പിടിച്ചപ്പോൾ എല്ലാവരും ഓടിപ്പോയി. പക്ഷെ ഈ കൊണ്ടുപോയ കൂട്ടം മുൻപോട്ട് പോകുമ്പോൾ യേശുവിനെ അടിച്ചുകൊണ്ട്, അവനെ ഉപദ്രവിച്ചുകൊണ്ട്, എന്നിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, ഓ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ പ്ലാൻ നിറവേറപ്പെട്ടു, അത്ഭുതം നടക്കുന്നവൻ ഞങ്ങളുടെ കൈക്കുള്ളിൽ ഒതുങ്ങി എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ പോകുമ്പോൾ, വലിയ ആരവാരത്തോടെ പോകുമ്പോൾ ആ ശബ്ദം കേട്ടുകൊണ്ട് പത്രോസ് യേശുവിനെ ദൂരവേ അനുഗമിക്കുക. എന്റെ അർത്ഥം നേരിൽ കാണാൻ ഇടയാകരുത്, യേശുവിനെ കൊണ്ടുപോകുന്നവരെ കാണാൻ ഇടയാകരുത്. അത് ദൂരം വിട്ട് അവൻ അനുഗമിച്ച് യേശുവിനെ അകത്ത് കഴിഞ്ഞപ്പോൾ ഇവൻ എല്ലാവരും അകത്ത് കയറിയപ്പോൾ ഇവനും എന്ത് ചെയ്തു? അവിടെ വന്ന് അതിന്റെ അകത്തോടെ കയറി യോഹന്നാൻ എന്ന് യേശുവിന് ശിഷ്യൻ പറഞ്ഞു മുഖാന്തരമായി അകത്ത് കയറിയതാണ് മറ്റേ സുവിശേഷ അകത്ത് കയറി. അവരോടുകൂടി അവിടെ ഇരുന്നു. ഇവൻ ആരായിരുന്നു? വിശ്വാസം പോയ, വിശ്വാസത്തിൽ കുറവ് സംഭവിച്ച, ക്ഷീണിച്ചു പോയ പത്രോസ്. വിശ്വാസത്തിൽ എന്ത് ചെയ്തു? അവിശ്വാസം വന്ന് വിശ്വാസം പോയി അവൻ ക്ഷീണിച്ചാണ് ഈ അവസാനം കാണാൻ വേണ്ടി പത്രോസ് അവിടെ ഇരിക്കുന്നത്. നമുക്കും എത്രയോ സന്ദർഭങ്ങൾ ഇങ്ങനെ അവിശ്വാസം പിടിച്ച് പ്രാർത്ഥനയ്ക്കിരുന്നിട്ടുണ്ട്, അല്ലെ? ഉപവാസ പ്രാർത്ഥനയ്ക്കിരുന്നിട്ടുണ്ട്, ക്ഷീണിച്ചിരുന്നിട്ടുണ്ട്. ക്ഷീണിച്ചിരിക്കുന്നതിന്റെ അർത്ഥം അവിശ്വാസമാണ്, അല്ലേ? നമ്മളെല്ലാം ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട്, കൂട്ടായ്മയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ അന്ന് പോയത്, അല്ലെങ്കിൽ ചിലപ്പോൾ പോയത് എന്നും പോകുന്നവരാണോ പോയതല്ല, പോകണമല്ലോ എന്ന് വെച്ചോണ്ട് പോയതാ, ക്ഷീണിച്ചാ പോയത്. അത് ദൂരവേ പിൻപറ്റിയതാ, പോകണ്ടെന്ന് വിചാരിച്ചതാ. നീ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് വിചാരിച്ചതാ, നീ ഒരു കൂട്ടായ്മയ്ക്ക് പോകണ്ടെന്ന് വിചാരിച്ചതാ, ഇനി വേണ്ട എന്ന് വിചാരിച്ചതാ. പക്ഷേ ദൈവത്തിന്റെ സ്നേഹം സമ്മതിച്ചില്ല. നമ്മെ ആ സ്നേഹം എന്ത് ചെയ്തു? നിരാശപ്പെട്ട് തളർന്നുപോയി. ക്ഷീണിച്ചു കിടക്കാതിരിക്കാൻ വേണ്ടി യേശുവിന്റെ ആത്മാവ് നമ്മെ വീണ്ടും ശക്തീകരിച്ച് എത്രയോ സന്ദർഭങ്ങളിൽ ഓട്ടക്കളത്തിൽ നമ്മെ താങ്ങി നിർത്തിയ സന്ദർഭങ്ങൾ പുറകോട്ടൊന്ന് നോക്കണം കേട്ടോ. ഇറങ്ങിത്തിരിച്ച നാളുകൾ മുതൽ എത്രയോ സന്ദർഭങ്ങളിൽ ഞാനും നിങ്ങളും തളർന്നു പോയപ്പോൾ വീണുപോകാതെ അവന്റെ ശബ്ദം നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇതുവരെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തിനോട് അങ്ങയുടെ കൃപയാണ് എനിക്ക് ഇന്ന് വരെ വരുവാൻ ഇടയായിട്ട് സ്തോത്രം. പത്രോസിനെ ദൈവം സ്നേഹിച്ചിരുന്നു, ശിഷ്യന്മാരെ ദൈവം സ്നേഹിച്ചിരുന്നു. അവരെ
അവരെ സ്നേഹിച്ചതുകൊണ്ട് അവരെ ഓടിച്ചു കളഞ്ഞത്. എന്നാൽ അവിടെ ആ സ്നേഹത്തിന്റെ ക്രിസ്തുവിന്റെ സ്നേഹം അവിടെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹക്കൊടിയായിരുന്നു. യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഓർത്തപ്പോൾ പത്രോസിന് ദൂരം വിട്ടോടുവാൻ കഴിഞ്ഞില്ല, യോഹന്നാൻ ഓടുവാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ അവര് അതാത് സ്ഥലങ്ങളിൽ അവര് കാത്തിരിക്കുക, ഭയപ്പെട്ട് കാത്തിരിക്കുക, പേടിച്ച് കാത്തിരിക്കുക, എന്ത് സംഭവിക്കും. എന്നാൽ പത്രോസും യോഹന്നാനും ഈ സന്ദർഭങ്ങളിൽ അവിടെ എത്തിച്ചേരാൻ കഴിയാത്തത്. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലയിടന് അവിടെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. കള്ളസാക്ഷ്യം പലരും വന്നിട്ടും പറ്റിയില്ല. ഒടുവിൽ 2 പേർ വന്ന് ഇത് അങ്ങനെ അതിന് ശേഷമായിട്ട് ഇത് നടക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യേശു പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണ്, മനുഷ്യപുത്രൻ സർവശക്തിയുടെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമയങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്നൊക്കെ ഇവിടെ പറയാൻ കഴിയാത്തത്. 67-ാം വാക്യത്തില് അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി, ചിലർ അവനെ കന്നത്തടിച്ചു. ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആരെന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞതൊക്കെ നടക്കുമ്പോൾ പത്രോസ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. മറുമലയിൽ വെച്ച് സൂര്യന്റെ വെളിച്ചത്തെക്കാൾ മുഖം പ്രകാശിതമായ യേശുവിന്റെ മുഖം ദർശിച്ചതാണ്. ഇപ്പോൾ ആ മുഖത്താണ് തുപ്പുന്നത്. പത്രോസ് ചെന്നതിലേക്കൊക്കെ പോയി. ഞാൻ അവന്റെ തേജസ് കണ്ടതാണ്. ഒരലക്കുകാരന് വെളുപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വസ്ത്രം അവൻ ധരിച്ചവനാ. അവന്റെ മുഖം സൂര്യനേക്കാൾ തേജസ്സുള്ളതായിരുന്നു. 7 സൂര്യനേക്കാൾ മടങ്ങ് തേജസ്സുള്ള ക്രിസ്തുവിന്റെ മുഖം ദർശിച്ചവനാ. പക്ഷെ അവസാനം കാണാൻ വേണ്ടി കാത്തിരുന്ന പത്രോസ് കണ്ടത് ആ തേജസ്സുള്ള മുഖത്ത് അവനെ തുപ്പി അവൻ നിന്ദിക്കപ്പെടുന്നതാണ് കാണുവാനിടയാത്തത്. അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി, ചിലർ അവനെ കന്നത്തടിച്ചു. ക്രിസ്തുവേ, നിന്നെ തല്ലിയതാർ എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു. അതെ, ഇപ്പോഴുള്ളതും കഴിഞ്ഞതും വരുവാനുള്ളതും എല്ലാം അറിയാവുന്ന സർവശക്തനായിരിക്കുന്ന വചനമാകുന്ന ദൈവത്തോട് ഇവർ പറയുക, നിന്നിച്ച് പരിഹസിച്ച് അവന്റെ മുഖത്തടിച്ച് അവിടെ പറയുക, നീ പ്രവചിക്കുന്നു. എല്ലാം കണ്ടും കേട്ടും പത്രോസ് നടുമുറ്റത്ത് ഇരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു. നീയും ഗലീലക്കാരനായ യേശുവോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഞാനൊരു വാക്യം എടുത്ത് വേഗത്തിൽ കാണിക്കാം. ഒന്നെങ്കിൽ മറ്റു വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെടാൻ കഴിയത്തുള്ളൂ. അതിന്റെ 73-ാം വാക്യം. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്ത് വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം. പറഞ്ഞല്ലോ, യേശുവിന്റെ കൂട്ടത്തിൽ ഉള്ളവനാണ് എന്ന് സത്യമെന്ന് ഇവർ പറഞ്ഞു. യേശുവിന്റെ കൂട്ടത്തിൽ. ഇപ്പൊ കർത്താവോട് പറഞ്ഞിരുന്നു, നീ എന്നെ 3 വട്ടം തള്ളി പറയുവോളം കോഴി എന്ത് ചെയ്യത്തില്ല, 2 വട്ടം കൂവിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഈ കോഴി കൂകും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് അനുസരിച്ച് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ മരിക്കാൻ തയ്യാറാ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തത്. സ്നേഹം കൊണ്ട് പറഞ്ഞതാ കേട്ടോ, വെറുതെ പറഞ്ഞതല്ല. കർത്താവിന് അറിയാമായിരുന്നു പത്രോസ് അവൻ ജീവൻ വരെ വെച്ചു കൊടുക്കുമെന്ന്. പക്ഷെ പ്രവചന വാക്കുകളും ദൈവവചനത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി യേശുവിന്റെ വചനത്തിന് ആത്മാവിനാൽ അല്ലെങ്കിൽ ദൈവം അവരെ ചെതറിച്ചറിയാൻ കഴിയാത്തത്. ഞാൻ പറഞ്ഞല്ലോ, ദൂരവേ അനുഗമിച്ച പത്രോസിനെ കുറിച്ച് പലരും പല രീതിയിൽ വിശ്വാസത്തിന് വീഴ്ച പറ്റിയ പത്രോസിനെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. പക്ഷേ വീഴ്ച പറ്റിയ പത്രോസിനല്ല ഞാൻ പ്രസംഗിക്കുന്നത്. അവനെ കൊണ്ടാകുന്ന രീതിയിൽ അവൻ പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുക. ഏതെങ്കിലും വിധത്തിൽ അവനത് യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ, ആ കൂട്ടത്തിൽ നിൽക്കുവാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു നിൽക്കുക. പക്ഷേ എല്ലാം അവന് പ്രതികൂലമായി
സന്ദർഭങ്ങളെല്ലാം വല്ലാതായി കഴിഞ്ഞപ്പോൾ അവൻ കൂട്ടത്തിൽ നിന്ന് മാറുവാൻ ഇടയായത്. നീയും ആ കൂട്ടത്തിൽ ഉള്ളവൻ സത്യമെന്ന് എന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. കൂട്ടം മാറി. കഥാത പറഞ്ഞത്, നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ലാകിയാൽ വിശ്വസിക്കുന്നില്ല. ഈ പിടിച്ചുകൊണ്ടുവന്നവരെല്ലാവരും വിശ്വാസമില്ലാത്തവരായിരുന്നു. ദൈവവചനത്തിൽ വിശ്വാസമില്ലാത്തവരായിരുന്നു. അപ്പൊ അവർക്ക് യേശുവിനെ കുറിച്ചോ യേശുവിന്റെ സന്ദേശത്തെ കുറിച്ചോ ഒന്നും വിശ്വാസമില്ല. യേശു പറഞ്ഞു ഒരു കാര്യത്തിൽ അവര് വിശ്വാസമുള്ളവരായിരുന്നു. കഥാവോട് പറഞ്ഞു, ഞാനാണ് ദൈവപുത്രൻ, മനുഷ്യപുത്രൻ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ആകാശമേഘങ്ങളെ വാഹനമേക്കും വരികയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ യേശുവിന്റെ ആടുകളല്ലായിരുന്നു. അവർ അന്നത്തെ ആ മതസംഗതിയുടെ ആടുകളായി, മഹാപുരോഹിതന്മാരും മറ്റുള്ളവരും പറയുന്ന വാക്കുകൾ മാത്രം കേൾക്കുന്നവരായി തീർന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം അവരുടെ വാക്ക് ശബ്ദം കൊടുത്തത് കൊണ്ടാണ് യേശുവിനെ ഇവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ അവരവിടെ കൂട്ടത്തിക്കും. എന്നാൽ അതിൽ നിന്ന് വിട്ട് വേർതിരിഞ്ഞ് യേശുവിന്റെ പിന്നാലെ കൂട്ടത്തിലായി തീർന്നതിൽ പ്രധാനിയായിരിക്കുന്ന പത്രോസിന്റെ ജീവിതം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് വചനം പറയുന്നു, എല്ലാവരും അവനെ തള്ളിക്കളയും എന്നുള്ളത് നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ ഈ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ മതിയാകും. ഒരു മനുഷ്യൻ പോലും അവിടെ ആ സമയത്ത് അംഗീകരിക്കുവാൻ ഇല്ലാതെ വന്നു. സകല മനുഷ്യരും തള്ളിക്കളയുന്നതിൽ യേശുവിനോട് കൂടെ നടന്ന പ്രഥമ സ്ഥാനമുണ്ടായിരുന്ന പത്രോസ് അവനെ 3 പ്രാവശ്യം ഞാൻ ആ കൂട്ടത്തിലുള്ളവനല്ല, അഥവാ ഞാൻ വിശ്വാസി അല്ല എന്ന് ഒരാണിട്ട് പറഞ്ഞു. മനസ്സിലായല്ലോ? വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടായിരിക്കണം. യേശുവിന് വചനം വായിക്കുന്ന കൂട്ടായ്മ, അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരമായിരിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ മുഖാന്തരമായി യേശുവോട് കൂടെ നടന്ന അല്ലെങ്കിൽ അവരോടൊപ്പം ഒരുമിച്ച് നടന്ന ശിഷ്യഗണങ്ങൾ ഓടിപ്പോയപ്പോൾ, ദൂരം വിട്ടുപോയപ്പോൾ അവരുടെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അതുവരെ ഭയങ്കര വിശ്വാസത്തിന്റെ സാക്ഷ്യം പറഞ്ഞവരായിരുന്നു. ലാസനെ ഉയർപ്പിച്ചപ്പോൾ ഈ 12 പേര് മുമ്പിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ യേശുവിന്റെ കൂട്ടത്തിലുള്ളതാന്ന് അവർ ഉറക്കെ പറഞ്ഞതാ. 5 അപ്പവും 2 മീനും കൊണ്ട് പോഷിപ്പിച്ചപ്പോൾ യേശുവിന്റെ അടയാളം കണ്ടപ്പോൾ മുൻപ് വന്നു നിന്നു, ഞങ്ങൾ അവരുടെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞതാ അല്ലെ? നല്ലതൊക്കെ നടന്നപ്പോൾ യേശുവിന്റെ മക്കളാണെന്ന് പറയാൻ ഭയങ്കര താല്പര്യം. എന്നാൽ പ്രതികൂലമാകുമ്പോൾ എല്ലാവരും അതിനെയാണ് പറയുന്നത്, മനുഷ്യൻ അവിശ്വസ്തനായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. പറയാം, ഞാനും നിങ്ങളും എല്ലാവരും ആത്മീയ വംശത്തിൽപ്പെട്ട സകല മനുഷ്യരും മനുഷ്യരാണ്, അവിശ്വസ്തരാണ്, ഒന്നും പുകഴാനില്ല. എന്നാൽ ദൈവത്തിനായിരിക്കുന്ന ക്രിസ്തു മാത്രമേ വിശ്വസ്തനായിട്ടുള്ളൂ. കൂട്ടം വിട്ടുപോയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഐക്യത്തെ തകർത്ത് കളയുവാൻ ശത്രുവിന് കഴിഞ്ഞില്ല. അത് അവർക്ക് സാധിച്ചില്ല. അവർ ഒന്നായിരുന്നു. അതാണ് ദൈവസ്നേഹം, ദൈവത്തിന്റെ വിശ്വസ്തത അവിടെ കാണാൻ സാധിക്കും. എന്നാൽ മനുഷ്യന്റെ കൂട്ടായ്മകളിലെല്ലാം ഇനി എത്ര വിശ്വാസം പറഞ്ഞാലും, എത്ര ആത്മീയ കൂട്ടായ്മ എന്ന് പറഞ്ഞാലും, എന്തെല്ലാം സംഘടനകളാന്ന് പറഞ്ഞാലും, ഏത് സഭയെന്ന് പറഞ്ഞാലും അതിനകത്തെല്ലാം ഭിന്നിപ്പുണ്ടാവും. ഭിന്നിപ്പില്ലാത്ത ഒറ്റ സഭ കാണിച്ചു തരാം. അവിടെ 1-2 പേരുണ്ടെങ്കിൽ വലിയ ഭിന്നിപ്പ് കാണത്തില്ല. ഭിന്നിപ്പിന് കാരണം എന്താ? ആ കൂട്ടത്തിന്റെ അകത്ത് വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ആണ് ഈ പറയുന്ന ഭിന്നത ഉണ്ടാകുന്നത്, ചിതറപ്പെടും. നയിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് അവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഭിന്നത ഉണ്ടാകും. അപ്പോൾ നമ്മൾ
നിൽക്കുന്നതിനോട് നാം ഭിന്നിച്ചു പോകാൻ, ചെതറിപ്പോകാൻ കാരണം അതിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ്. കഥ പറഞ്ഞു, നിങ്ങൾ എന്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ലാകിയാൽ വിശ്വസിക്കുന്നില്ല. യോഹന്നാൻ 10:26 വാക്യം. കഥ പറഞ്ഞു, എന്റെ ആടുകൾ എന്നോട് കൂടെയുണ്ട്. അപ്പോൾ യേശുവിൽ വിശ്വസിച്ച് നടന്ന ഈ ചെറിയൊരു കൂട്ടമുണ്ടായിരുന്നു. ചെറിയൊരു കൂട്ടം, വലിയൊരു കൂട്ടം മുഴുവനും യേശുവിനോട് വിശ്വാസമില്ലാതെ കൂട്ടം തെറ്റിയവരായിരുന്നു. കർത്താവ്, ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട, പിതാവ് ദൈവരാജ് നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കും. വലിയൊരു കൂട്ടം യേശുവിനെ അവിശ്വസിച്ച് മാറുന്നപ്പോ ചെറിയൊരു കൂട്ടം യേശുവിനെ വിശ്വസിപ്പാൻ വേണ്ടിയുണ്ടായിരുന്നു. നമുക്കറിയാം, കർത്താവിലുള്ള വിശ്വാസം ആ കാലഘട്ടങ്ങളിൽ വളരെ വർദ്ധിച്ചു. എന്നാൽ അവസാന സമയത്തേക്ക് വന്നപ്പോ ചെറിയൊരു കൂട്ടം ആണ് ഈ അവസാനം വരെ മർക്കോസിന്റെ മാളികമുറ വരെ എത്തുവാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 120 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സന്ദേശം മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്പം നിന്ന് ദൈവത്തിനാണ് ഇവൻ സാക്ഷാൽ രാജാവാണെന്നൊക്കെ പറഞ്ഞതല്ലേ, അവരൊക്കെയും ചിതറിപ്പോയപ്പോ, അവരൊക്കെ യേശുവിനെ കൊണ്ടിനി ഒന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞ് ദൂരവേ പോയപ്പോ, അതെ, ഇനി ഇവനൊന്നും കിട്ടുകയില്ല എന്ന് അവർ ക്രൂശനാക്കുന്ന ക്രിസ്തു തീർന്നെന്ന് വിചാരിച്ചപ്പോ യേശുവിന് വേണ്ടി നിന്ന ഏകദേശം 500-ലധികം ആൾക്കാർ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കം ഒരാൾക്കാർക്ക് മാത്രമേ പ്രതിസന്ധികളിൽ യേശുവിനെ പിൻപറ്റുവാൻ കഴിഞ്ഞു, അവനെ അനുധാവനം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ദൂരവേ ആണെങ്കിൽ പോലും ആ സമയത്ത് പത്രോസ് യേശുവിനെ അനുഗമിച്ചത് അവന്റെ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടാ. ആ സന്ദർഭത്തിൽ അവന് ചില സ്റ്റെപ്പുകൾ എടുത്തു വെക്കുവാൻ, യോഹന്നാന് യേശുവിന്റെ വിസ്തരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുവാൻ ധൈര്യം കൊടുത്തെങ്കിൽ, വിശ്വാസം കൊടുത്തെങ്കിൽ, അതിന്റെ കാരണം അവർ ക്ഷീണിച്ചു പോയ ആ സന്ദർഭത്തിലും അവർക്ക് ഉള്ളിൽ യേശുവിന്റെ സ്നേഹം ഉണ്ടായിരുന്നുകൊണ്ട് അവരുടെ കാൽച്ചുവടുകൾ യേശുവിന്റെ പിന്നാലെ പോകുവാൻ ഇടയായി തീർന്നത്. ഇന്ന് പകൽ സമയം നമുക്ക് മുൻപിൽ ഒരു മാതൃക വെച്ചു പോയ യേശുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചു പോകുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ വേണ്ടി യേശുവിനെ ശിഷ്യനായിരിക്കുന്ന ഒന്നാമത്തെ ശിഷ്യനായിരിക്കുന്ന പത്രോസ് യേശു പോയ കഷ്ടതയുടെ പിന്നാലെ അവനെ അനുധാവനം ചെയ്തെങ്കിൽ ദൈവം അവനെ കൊണ്ട് ശക്തമായി ശുശ്രൂഷ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അതാണ് കാണാൻ സാധിക്കുന്നത്. ആ സ്നേഹം അവരിൽ നിന്ന് മാറിപ്പോയില്ല. അപ്പം കഴിച്ചവരും വിടുതൽ കിട്ടിയവരും എല്ലാം ഓടിപ്പോയപ്പോഴും യേശുവിനോട് കൂട്ടത്തിലുണ്ടാകുന്ന ചെറിയൊരു കൂട്ടം, അതൊക്കെ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് ഈ യേശുക്രിസ്തുവിനെ പിടിക്കുന്ന സമയം മുതൽ പുനരുത്ഥാനം വരെയുള്ള സന്ദർഭങ്ങൾ മുതൽ മർക്കോസിന്റെ മുറി വരെയുള്ള സന്ദർഭങ്ങളെ പഠിച്ചാൽ മതി അവരാരൊക്കെയായിരുന്നു. ബാക്കിയുള്ളവർക്ക് ആർക്കും ഈ കൂട്ടത്തിൽ പെടുവാൻ കഴിഞ്ഞില്ല. അവരൊക്കെ മാറിപ്പോയപ്പോൾ, ആ പ്രതിസന്ധി അത്രമാത്രം വലുതായപ്പോൾ, എഴുതിന്റെ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ, എഴു പ്രബലപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിൽ പിടിച്ചെടുക്കുവാൻ കഴിയാതെ ക്ഷീണിച്ചു പോയതുപോലെ ഇന്ന് ഈ പരസ്യം സന്ദേശം കേൾക്കുമ്പോൾ പലപ്പോഴും ഇരുളിന്റെ അന്ധകാരത്തിന്റെ ശക്തിയുടെ പോരാട്ട മുഖാന്തരമായി പല ദിവസങ്ങളിലും നമുക്ക് വേണ്ട രീതിയിൽ ശക്തിപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ, പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിധത്തിൽ, ഉപവസിപ്പാൻ കഴിയാത്ത വിധത്തിൽ, ഒന്ന് സ്തോത്രം പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ ക്ഷീണിതമായി തീരുമ്പോഴും നിന്റെ അകമറിയുന്ന ദൈവമുണ്ട് എന്ന് പകൽ സമയം അവന്റെ സ്നേഹം നമ്മളെ കൈവിടുകയില്ല. അവൻ നമ്മെ ശക്തന്മാരായി എഴുന്നേൽപ്പിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അതാ പറയുന്നത്, നമ്മെ വിളിച്ചവൻ വിശ്വസ്തൻ, അവനത് നിർവഹിക്കും. പത്രോസിന്റെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ യേശുവിനെ ആ അകലം വിട്ട് പിൻപറ്റിയത് ഒരുപക്ഷെ എല്ലാവരും പ്രസംഗിക്കുന്നത് പത്രോസിന്റെ വിശ്വാസത്തിന്റെ ഇല്ലായ്മയെ കുറിച്ചാ പറയുന്നെങ്കിൽ, ഞാനിന്ന് ആത്മാവിൽ പറയട്ടെ, ഒരല്പമായിരിക്കുന്ന ഒരു തരി വിശ്വാസം അവന്റെ ഹൃദയത്തിന്റെ അകത്ത് വ്യാപരിച്ചു. അത് തീയായി കെടുത്തിക്കളയാൻ കഴിയാത്ത വിധത്തിൽ ഒരു തരി പോലെ ഉണ്ടായിരുന്നതുകൊണ്ടാ അവന് അകലം വിട്ട് യേശുവിന്റെ കാൽപാദത്തിൽ പറ്റുവാൻ എത്തുന്നത്. എന്റെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിന്റെ തീ ജ്വാല അണയാൻ വേണ്ടി പലപ്പോഴും ശത്രു പ്രവർത്തിച്ചപ്പോൾ
അവൻ കാറ്റിലടിച്ചുവിട്ട് കെടുത്തിക്കളയാൻ ശ്രമിച്ചപ്പോൾ അണയാതെ സൂക്ഷിച്ചിരിക്കുന്നത് യേശു എന്ന മഹാദൈവം കത്തിച്ചിരിക്കുന്ന വിളക്കായതുകൊണ്ട് ഞാനും നിങ്ങളും ദിവസങ്ങളിൽ അണയാതിരിക്കുന്നത്. പത്രോസിനെ യേശു വിളിച്ചതുകൊണ്ട്, അവന്റെ മേൽ യേശുവിന്റെ സ്നേഹം പറഞ്ഞതുകൊണ്ട്, അവന് യേശുവിനെ അനുധാപനം ചെയ്യുവാൻ, അകലം പറ്റി അവനെ അടുത്തേലുവാൻ ഇടയാറ്റുമെന്ന് അവൻ കാത്തിരിക്കുക. ഇവിടെ ഈ 3 സന്ദർഭം ഉണ്ടാകിയ യേശു അടുക്കൽ ഒരു വേലക്കാരത്തെ യേശുനായകൻ പത്രോസ് അടുത്ത് വന്ന് ഒരു വേലക്കാരത്തെ വന്ന്, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. നീ ആ കൂട്ടത്തിൽപ്പെട്ടവനാ. അപ്പൊ ഇവര് ഞാൻ പറഞ്ഞല്ലോ ഒരു മുമ്പ് വന്നിട്ടുണ്ട്. അത്ഭുത അടയാളമൊക്കെ ചെയ്യുന്ന സമയത്ത് യേശുവിനോട് യേശു ചെയ്യുന്ന ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ ശിഷ്യന്മാർ അവര് പ്രഥമ സ്ഥാനത്ത് നിന്നിട്ടായിരുന്നു. അവർക്ക് സന്തോഷമായിരുന്നു, ആനന്ദമായിരുന്നു, അത് പ്രത്യാശയായിരുന്നു. കർത്താവിനെ പിൻപറ്റിയിൽ അഭിമാനം കൊണ്ടു. അത് ഈ ഇത്ര വലിയവരായി ദൈവത്തോടു കൂടെ ഞങ്ങൾക്ക് നടക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷമാണ്. പക്ഷേ യേശു പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ, സകലവരെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോ, യേശുവിനെ അടിക്കുന്നത് കണ്ടപ്പോൾ, മുഖത്ത് തുപ്പുന്നത് കണ്ടു കഴിഞ്ഞപ്പോ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഈ പത്രോസിൽ അടിക്കടിയായി അവന്റെ വിശ്വാസം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നീയും അവനോട് കൂടെ ഉള്ളതായിരുന്നു എന്ന് പറഞ്ഞപ്പോ അതിനവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, നീ എന്താ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. അവൻ അങ്ങനെയാ പറഞ്ഞു, എനിക്ക് തിരിയുന്നില്ല. എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളി പറഞ്ഞു. എല്ലാവരും കേൾക്കെ, അവിടെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കെ അവന്റെ സ്വരക്ഷാത്രം അവൻ വിളിച്ചു പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. ഇവിടെ എന്താ പറഞ്ഞെന്നറിയാവോ? നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ. ഇത് മറ്റുള്ളെല്ലാം കേൾക്ക പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, അതറിയാവോ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. നീ പറയുന്ന ഗലീലക്കാരനായ യേശുവിനെ കുറിച്ചോ നീ എന്താ പറയുന്നെന്നോ എനിക്കറിയത്തില്ല, എനിക്ക് തിരിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, തിരിയുന്നില്ല. അതുവരെ അറിയുന്നു എന്ന് പറഞ്ഞത് ഓടും പറയാണ്, എനിക്ക് തിരിയുന്നില്ല. അതെ, യേശുവിന്റെ വചനവും വാക്തത്വവും യേശുവിന്റെ കൂടെ ആണെന്നുള്ള അതും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ക്ഷീണിതനായി തീർന്നു പത്രോസ്. അത് അവൻ ആ സാഹചര്യത്തിൽ അങ്ങനെ ആകേണ്ടത് ആവശ്യകതയുമായി പറഞ്ഞു, എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞു. ഇനി പറയുക, ഞാന് അതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിൽ നമ്മൾ വിചാരിച്ചാൽ മതി, അവനെ പിടിക്കപ്പെടും, അവൻ കൊല്ലപ്പെടും. പറഞ്ഞു, നീ പറയുന്ന കാര്യം ഉണ്ടാവും. അതിനവൻ രണ്ടാമത് പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി പതിയെ പോകാൻ വേണ്ടി വിളിക്കും. നമുക്ക് അങ്ങനെയൊക്കെയാ അല്ലെ? നമ്മളങ്ങനെയൊക്കെയാ. ആദ്യം പോയി ഇരുന്നിടത്ത് നിന്ന് മനസ്സിലായി പിടിക്കപ്പെടാൻ പോവുകയാ. അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് പുള്ളി പടിപ്പുരയിലേക്ക്, നടുമുറ്റത്ത് നിന്ന് നേരെ പടിപ്പുര വന്ന് സ്ഥലം വിടാനുള്ള പരിപാടിയാ, ഇറങ്ങിപ്പോകാൻ വേണ്ടിയാ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സംഗതി പ്രശ്നമാകും എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ രംഗത്ത് നിന്ന്, ആ സ്ഥലത്ത് നിന്ന് അവൻ മാറാൻ വേണ്ടി തയ്യാറായി. പക്ഷേ അവൻ പോകുന്നതിന് മുമ്പ് ദൈവം അവനോട് പറഞ്ഞത് നിവർത്തിയിരിക്കപ്പെടണം. അപ്പൊ ഇവർ എഴുന്നേറ്റ്, നടുമുറ്റത്ത് എഴുന്നേറ്റ് പടിപ്പുരയിലേക്ക് പുറപ്പെട്ടു. എന്തിനാ എഴുന്നേറ്റ് പുറപ്പെട്ടെന്നറിയാമോ? ഇനി ഇവിടെ ഇരുന്നാൽ പന്തികേടാണ്. ചിലർക്കൊക്കെ എന്നെ മനസ്സിലാകാൻ തുടങ്ങി, ഞാൻ വിശ്വാസിയാണെന്നുള്ളത്, അവന്റെ കൂട്ടത്തിലുള്ളതാണെന്ന് മനസ്സിലാകാൻ തുടങ്ങി. അതുകൊണ്ട് ഇവിടെ വിട്ടങ്ങ് പോയേക്കാം, ആരും അറിയണ്ട എന്ന രീതിയിൽ എഴുന്നേറ്റ് പടിപ്പുരയിലേക്ക് പോയപ്പോൾ അവിടെ ഒരുത്തി നിൽക്കുക. മറ്റൊരുത്തി അവനെ കണ്ട് അവിടെയുള്ളവരോട്, ഇവനും നസറയനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഈ പടിപ്പുര കടന്ന് വെളി നിന്ന് ആദ്യം ഓരോ സ്ഥലത്ത് നിൽക്കുന്നത് ഓരോ സ്ഥാനങ്ങളൊക്കെ എല്ലാം പറ്റുമോ? എല്ലാവർക്കും ആ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് എത്താൻ പറ്റത്തില്ല. യോഹന്നാന് പരിചയമുള്ളത് കൊണ്ട് നടുമുറ്റത്ത് എന്ന് അവിടെ ചെല്ലാൻ പറ്റിയതുകൊണ്ട് പത്രോസിനെ കൊണ്ടുവന്നത്.
ബാക്കിയുള്ളൊരു കൂട്ടരെ പഠിപ്പുര നിൽക്കുന്നുണ്ട്, ഒരു കൂട്ടരെ ആൾക്കാരെ മറ്റ് സ്ഥാനമാനങ്ങൾക്കുള്ളവർ നടുമുറ്റത്ത് നിൽക്കുന്നു. ഈ നടുമുറ്റത്ത് നിന്ന് ഈ പത്രോസ് അവിടെ കൂട്ടത്തിൽ നിന്ന് വെളിയിൽ വന്നു. ഇവൻ ഇപ്പൊ ആരോട്ടില പോയിരുന്നത്? ആരോട്ടില പോയിരുന്നത്? യേശുവിനോട് കൂടെയല്ലാത്ത കൂട്ടത്തിലാണ് അവൻ പോയിരുന്നത്. അവിടുന്ന് അവന് മനസ്സിലായി, ഇനി നിന്നാൽ സംഗതി പ്രശ്നമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് വെളിയിൽ വരുവാൻ വേണ്ടി ശ്രമിക്കുക. ആ കൂട്ടത്തിൽ നിന്ന് വെളിയിൽ വന്നു. ഇവനിവിടെ വന്നിരുന്ന ഞാൻ ഇതിനകത്തൊന്നുമല്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള ചില വിശ്വാസത്തിലേക്കുണ്ട്. അത് എല്ലാത്തിനും കൂട്ടത്തിൽ നിൽക്കും. അവൻ വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ മുഖം മൂടി അണിഞ്ഞ് നിൽക്കുക. ഈ പത്രോസ് അവിടെ മുഖം മൂടിയൊക്കെ ധരിച്ചിങ്ങനെ നിൽക്കുക. എനിക്കറിയത്തില്ല, പത്രോസ് ആ സമയത്ത് അവിടെ ഇരിക്കുമ്പോൾ യേശുവിനെ തല്ലിയൊക്കെ ചെയ്യും അതൊക്കെ കേൾക്കുന്ന സമയത്ത് പത്രോസ് മുഖഭാവം ഒന്നും കൂടാതെ, അല്ലെങ്കിൽ വളരെ വിഷമം ഉള്ളിലുണ്ടെങ്കിലും കാണിക്കാതിരിക്കുക. നടുമുറ്റത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പത്രോസിന്റെ വീക്ഷിച്ചിട്ട് ഇവൾ പറയണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അവിടെ ഇരുന്ന മറ്റുള്ളവർക്കൊക്കെ യേശുവിനെ അടിക്കുന്ന കണ്ടപ്പോൾ, ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ ഒരു മുഖഭാവവും വന്നില്ല, ഒരു മാറ്റവും വന്നില്ല. അവരൊക്കെ സന്തോഷിച്ചപ്പോൾ നടുമുറ്റത്തിരുന്ന ഒരുത്തന് വിഷമം തോന്നി. അവന്റെ നായകനായിരിക്കുന്ന, അവന്റെ ആ ഉടയവനായിരിക്കുന്ന, അവൻ സ്നേഹിച്ച യേശു ഉപദ്രവിക്കപ്പെടുന്നത് കണ്ടപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് മറ്റാർക്കുമില്ലാത്ത ഒരു വിഷമഭാവം അവന്റെ മുഖത്തുണ്ടാകുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് അവനെ വേഗത്തിൽ ഈ സ്ത്രീക്ക് മനസ്സിലാക്കുവാൻ ഇടയാക്കുന്നത്. ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം നടക്കുമ്പോൾ അതിൽ അവർ സന്തോഷിച്ച് അവർ നോക്കിയിരിക്കുക. യേശുവിനെ ഉപദ്രവിക്കുന്നതും യേശു അടികൊള്ളുന്നതും തുപ്പലേൽക്കുന്നതും കണ്ടപ്പോൾ നടുമുറ്റത്തിരിക്കുന്ന മറ്റാർക്കും വലിയ പ്രശ്നങ്ങളുണ്ടായി. യോഹന്നാൻ എവിടെയായിരുന്നുള്ളത് എനിക്കറിയത്തില്ല, കാരണം യോഹന്നാനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ലെന്നാൽ പത്രോസിനെ മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവിടെ പറയുന്നതാണ്. ഞാൻ ആ സമയത്ത് അവനത് കണ്ടപ്പോൾ അറിയാമല്ലോ, അവന് മാത്രം വ്യത്യസ്തമായിരിക്കുന്ന ഒരു രൂപഭാവമുണ്ടായി. അവന്റെ മുഖം അത് വെളിപ്പെടുത്തുവാൻ അവിടെ എത്ര ഉള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ അവർക്കൊക്കെ യേശുവിനെ അടിക്കുന്നതും നിന്ദിക്കുന്നതും ഒന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല. എന്നാൽ യേശുവിനെ തല്ലുന്നതും യേശു നിന്ദിക്കപ്പെടുന്നതും കണ്ടപ്പോൾ ഹൃദയത്തിന്റെ അകത്ത് ദുഃഖം വന്ന ഈ പത്രോസിന്റെ മുഖത്ത് നിഴലിച്ചുകൊണ്ടാണ് അവൾ പറഞ്ഞത്, നീയും അവനോട് കൂടെയുള്ളവനാണെന്ന് പറഞ്ഞു. മറച്ചു വയ്ക്കാൻ കഴിയത്തില്ല. ദൈവസ്നേഹമുള്ളവർക്ക് മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല, വെളിപ്പെടും. അങ്ങനെ പത്രോസിനെ അവിടെ അവനെ അത് വെളിപ്പെടുത്താതിരിക്കും ഞാൻ വിചാരിക്കുന്ന കുറച്ചുകൂടെ സമയം ഇരുന്ന് കഴിഞ്ഞാൽ അവൻ കരഞ്ഞു പോകും, നിലവിളിക്കും. അതുകൊണ്ട് അവൻ പടിപ്പുരക്കിലേക്ക് വന്നത്. യേശുവിന്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസ് വിശ്വാസമില്ലാത്തവല്ലായിരുന്നു, സ്നേഹമില്ലാത്തവല്ലായിരുന്നു. അവനറിയാം ഇനി കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞാൽ അവൻ തകർന്നു പോകും. അതുകൊണ്ട് അവനവിടെ വീഴുവാനിടയാക്കും. പക്ഷെ അവൻ ഇറങ്ങി വന്നപ്പോൾ, അവൻ ഇറങ്ങി പടിപ്പുരയിലേക്ക് വന്നപ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് ഉള്ളവരോട് ഇവനും നസേനായ യേശുവിനോട് കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല. എന്റെ ഉള്ളിൽ തേങ്ങലുണ്ട്, വേദനയുണ്ട്, ഭാരമുണ്ട്. എന്നാൽ ഇവനെ കാണുമ്പോൾ, അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരുത്തിനെ കാണുമ്പോൾ പറഞ്ഞു ഇവനും അവനോട് കൂടെയുള്ളവനായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അറിയുന്നില്ല. അടുത്ത് വന്ന് പടിപ്പുരയിൽ നിന്ന് വെളിയിൽ വന്ന് പടിപ്പുര അവനറിയുന്നില്ല എന്ന് പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരു പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോഴാണ് ഈ രണ്ടാമത്തെ സംഭവം ഉണ്ടാകും. ഒന്ന് നടുമുറ്റത്ത് വെച്ച് സംഭവിക്കുന്നു. അവിടുന്ന് പത്രോസ് എഴുന്നേറ്റ് പടിപ്പുരയിലേക്ക് വന്ന് വെളിയിലേക്ക് പോകാൻ വേണ്ടി വരുന്ന സമയത്ത് രണ്ടാമത്തെ പറഞ്ഞു അവനു മനുഷ്യനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞു, അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസോട് നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണിയിടുവാനും തുടങ്ങി. ഒരു വിശ്വാസം ക്ഷീണിച്ചുപോയി. വിശ്വാസം ക്ഷീണിച്ചതിന്റെ പിമ്പിലും ദൈവോദ്ദേശമുണ്ടായിരുന്നു. പത്രോസിന്റെ വിശ്വാസം നീ അവിടെ പിടിച്ചു നിൽക്കാതിരിക്കാൻ വേണ്ടി കർത്താവ് നേരത്തെ പറഞ്ഞത്, ഞാൻ നിനക്ക് വേണ്ടി എന്റെ ജീവനെ വെച്ച് തരുമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു അത് സംഭവിക്കാൻ പാടില്ല. പത്രോസ് പറഞ്ഞാൽ അതുപോലെ അവൻ ചെയ്യുമെന്നും യേശുവിന് അറിയാമായിരുന്നു. കാരണം അത്രമാത്രം യേശുവിനെ സ്നേഹിച്ചതായിരുന്നു അവന്റെ ശിഷ്യന്മാർ.
പകർസാനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, യഥാർത്ഥ സംഭവിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇടയനെ വെട്ടി ആടുകൾ ചെതിൽ പോകുവാനിടയാത്ത സ്വർഗത്തിന്റെ പദ്ധതിയായിരുന്നു. അവരെ ചിതറിച്ച ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, ആ ദൈവിക പദ്ധതിയായിരുന്നു. വിശ്വാസം ക്ഷീണിച്ച് വല്ലാതെ തളർന്നു പോകുമ്പോൾ ഒടുവിൽ ഉണ്ടാകുന്ന വിശ്വാസം മുഖാന്തരമാ ഈ പത്രോസ് അവനെ വിൽപ്പാനിടയാക്കുന്നത്. അവന് അവിടെ ഇരിക്കാൻ കഴിയാത്ത വിധത്തിൽ യേശുവിനെ ഉപദ്രവിക്കുക കണ്ടപ്പോൾ അവന്റെ മുഖത്തുണ്ടായ ഭാവവ്യത്യാസം, അവന്റെ വേദന മനസ്സിലാക്കിയെടുക്കുവാൻ അവിടെ നിന്ന് ചിലർക്ക് മനസ്സിലാവാനെത്തും. അവനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് വിളി വരുവാനിടയായിരുന്നു. നീയും അവിടെ കൂട്ടത്തിൽപ്പെട്ടവനാന്ന് പറഞ്ഞു, സത്യം എന്ന് പറഞ്ഞു, നിന്റെ ഉച്ചാരണവും വെളിപ്പെടുത്തുന്നല്ലോ. അതെ, യേശുവിനോട് കൂടെ നടക്കുന്നവരെ കാണുമ്പോൾ, അവർ സംസാരം കേൾക്കുമ്പോൾ, വിശ്വാസികളെ കാണുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ആ ഉച്ചാരണവും രീതിയൊക്കെ ഒരുപോലെയായിരിക്കും. അത് ദൈവമക്കളുടെ സംസാരം കേൾക്കുമ്പോൾ, അവരോട് ഇടപെടുമ്പോൾ ഒരു പ്രത്യേകത മനസ്സിലാൻ പറ്റും. ഒരു ബന്ധുക്കോസ്കാരാണെങ്കിൽ വിശ്വാസം മനസ്സിലാവും. ഞാൻ പറഞ്ഞത് വ്യത്യസ്തതയുണ്ടായിരിക്കും. അത് ഉച്ചാരണവും ഗലീലക്കാരനാണോ രീതിയിലാണ് പറഞ്ഞത്, നിന്റെ ഉച്ചാരണവും നീ വെളിവാക്കുന്നുവല്ലോ എന്ന് പറയും. അത് ദൈവമക്കൾക്കൊരു ഉച്ചാരണമാണ്. ദൈവമക്കൾക്കൊരു സംസാര രീതിയുണ്ട്. അത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന വ്യത്യസ്തമുള്ളവരാണ്. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ മനുഷ്യൻ അറിയുന്നില്ല എന്ന് പ്രാഗ്വാനിടാൻ തുടങ്ങി. ഉടനെ കോഴി കൂകി. എന്നാറെ കോഴി കൂകും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി ആദി ദുഃഖത്തോടെ കടൽ. മാനസാന്തരത്തിന്റെ വലിയൊരു അനുഭവമായിട്ടാണ് പത്രോസ് അവിടുന്ന് ഇറങ്ങിയത്. യേശുവിന്റെ സ്നേഹം, ആ ക്രിസ്തു അവനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ വിചാരിക്കുന്നത് ഈ പത്രോസ് പറഞ്ഞ വളരെ ഉച്ചത്തിലായിട്ട് അതാണ് യേശുവിനെ നോക്കിയത്. ഞാൻ അറിയുന്നില്ല, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പത്രോസ് വളരെ ഉറക്കം പറഞ്ഞു. നീയല്ലേ അന്ന് പറഞ്ഞത് ജീവന്റെ പുത്രനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ സാക്ഷ്യം പറഞ്ഞ് വഴിവനശുമാനെ നീ പാക്കുവാൻ ജനരക്തങ്ങളല്ല എന്റെ പിതാവത്തെ നിനക്ക് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവനെ ദൈവം കർത്താവ് അവന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയെങ്കിൽ യേശു കേൾക്കത്തക്കവണ്ണം പത്രോസ് 3 വിളിച്ചു പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയി, വിശ്വാസത്തിൽ കുറഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, ക്ഷീണിച്ചുപോയി. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് ഉറക്കെ പറഞ്ഞു. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിൽ അല്ലായകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നില്ല. പത്രോസ് പറഞ്ഞു, ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതല്ല, ഞാൻ അവിശ്വാസ കൂട്ടത്തിൽപ്പെട്ടതല്ല, ഞാൻ അവനെ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൂട്ടം തെറ്റി വിളിച്ചു പറയുവാനിടയാത്തെങ്കിൽ യേശു അവനെ നോക്കിയപ്പോ, മറ്റൊരു വാക്ക് പറഞ്ഞ യേശുവിനെ നോക്കി എന്നാ പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ നോക്കി എന്നാ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷനാണെന്ന് വിശ്വസിക്കുന്നു. പത്രോസിനെ തള്ളി പറഞ്ഞ സമയത്ത് യേശുവിനെ തിരിഞ്ഞു നോക്കി എന്നാ പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ അതിദുഃഖത്തോടെ പോയി കരഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നോക്കിയപ്പോൾ യേശു അവനെ തിരിഞ്ഞു നോക്കി എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. യേശു 18 അധ്യായത്തില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ യേശുവിനെ നോക്കി എന്ന ഈ സുവിശേഷത്തിൽ ഒരു ലേഖനത്തിൽ ഒരു സുവിശേഷത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശു അവനെ നോക്കിയപ്പോ ആ ശബ്ദത്തിന് ഉടമയായിരിക്കുന്ന പത്രോസ് യേശുവിന്റെ കൂട്ടത്തിൽപ്പെടാതെ വന്നപ്പോൾ വിശ്വാസം തിരിക്കുവാനിടയാത്തുന്നു. അവൻ വെളിയിൽ വന്നപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം അവനെ വിട്ടുകളഞ്ഞില്ല. യേശു പറഞ്ഞ വാക്കവൻ ഓർത്ത് അവൻ അതിദുഃഖത്തോടെ കരയുവാനിടയാത്തു. പകർസമയം എന്റെ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ നമ്മളും ദുഃഖത്തോടെ
ദുഃഖത്തോടെ കരയേണ്ട എത്രയോ സന്ദർഭമുണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തോട് ബന്ധമല്ല കേൾക്കുന്നത്. വിശ്വാസത്തിൽ കോട്ടം സംഭവിക്കുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ വേണ്ടതുപോലെ സാക്ഷ്യം പ്രവർത്തനം കഴിയാതെ അതെ ആ കൂട്ടത്തിലുള്ളവനാണോ എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയത്തക്കുള്ള ഒരു ദുഃഖത്തിന്റെ അവസ്ഥ വരുന്ന സന്ദർഭത്തിൽ വരുമ്പോൾ ഇന്നതിന് ഇടയാകാതിരിക്കുന്നതിന്റെ പിൻപിൽ അന്ന് 10 ദിവസം സംഭവിച്ചാൽ കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ വാക്യ നിവൃത്തിക്ക് വേണ്ടി അത് മാത്രമല്ല, ആശ്വസിപ്പിക്കുന്ന സഹത്തിൽ വഴിയാർന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പകർക്കപ്പെട്ടിട്ടില്ല. ഇന്ന് നമുക്ക് അപ്രകാരം സംഭവിക്കാതിരിക്കുന്നതിന് കാരണം നമ്മൾ കഴിവുള്ളവരും മിടുക്കന്മാരായതുകൊണ്ടല്ല, ദൈവത്തിന്റെ പരിശുദ്ധമാവ് നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ദൈവാത്മ വരാത്തത് കൊണ്ട്, പരിശ്രമം വരാത്തത് കൊണ്ട് ശക്തിപ്പെട്ടിട്ടില്ല എന്നവർ. എന്നാൽ ശക്തി ലഭിച്ച ശേഷമായി യേശുവിന്റെ ശിഷ്യന്മാർ ഏത് കാരാഗ്രഹത്തിൽ പോയി കിടക്കുവാനും തയ്യാറായിരുന്നു, ഏത് കഷ്ട സഹിപ്പാനും തയ്യാറായിരുന്നു. ഞാനത് പറഞ്ഞത് അതെ, വിശ്വാസത്തിന്റെ പ്രാരംഭ സമയങ്ങളിൽ നമുക്കൊക്കെ ഒരുപാട് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധമാവ് നമ്മളെ സ്നേഹിച്ച് അവൻ വിശ്വസ്തനായതുകൊണ്ട് നാം അവിശ്വസ്തത്തിൽ വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ സന്ദർഭം ഉടച്ചോട് സമർപ്പിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസപാതയിൽ ഒരുപാട് വിശ്വാസത്യാഗം സംഭവിച്ചിട്ടില്ല. നീ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? നീ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? നീ വേണ്ട കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ എത്ര സന്ദർഭം. എന്നാൽ ഞാൻ ഈ ആവശ്യസാധ്യത വന്നപ്പോഴും വിശ്വാസത്തിൽ നിന്നും അടുത്തു പോകാൻ നമ്മെ ചേർത്ത് നിർത്തിയ വിശ്വസ്തതയേറിയ കരത്തിനായി 8 മാസങ്ങൾ സ്തോത്രം ചെയ്യാം. അതൊക്കെ നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യം അതൊക്കെ നൽകാമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി ഞാൻ സ്തോത്രം ചെയ്യും. ഇന്ന് പഴയ സമയം അവന്റെ വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായി നൽകുന്ന നല്ല വാഗ്ദത്തങ്ങൾ നൽകി നമ്മൾ നടത്തുന്ന ദൈവസ്നേഹത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കഴിവല്ല, നമ്മുടെ ഒന്നുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, അവൻ വിശ്വസ്തനായി അവൻ കരം പിടിച്ചതുകൊണ്ട് നിങ്ങൾ ക്ഷീണിച്ചു പോയപ്പോൾ, പത്രോസ് അവൻ ക്ഷീണിച്ചു പോയപ്പോൾ യേശുവിന്റെ നോട്ടം, യേശു പറഞ്ഞ വാക്കുകൾ ഓർത്തപ്പോൾ അതിദുഃഖത്തോടെ പോയി കരഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന പത്രോസ്, അവൻ അന്ന് കരഞ്ഞതുപോലെ ഒരിക്കലും അവൻ കരഞ്ഞിട്ടില്ല. കാരണം ഞാൻ സ്നേഹിച്ച എന്റെ യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്നല്ലോ എന്നുള്ള അതിദുഃഖത്തോടെയാണ് പത്രോസ് അവിടുന്ന് പോയതെങ്കിലും എന്ന് പറയുന്ന സമയം അവന്റെ ജീവിതത്തിൽ പിന്നീട് യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വെച്ച ചരിത്രകാരന്മാർ പറയുന്നത് യേശുവിനെ ക്രൂശിച്ച നേരെ രീതി വിപരീതമായി അവന്റെ തല കീഴോട്ട് ക്രൂശിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ യേശുവിന്റെ പാദം ചുംബിച്ച് മരിച്ചുവെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വാസത്തിന്റെ ശക്തിപ്പെടുവാൻ കഴിയാത്തതും ഏത് സ്ഥലത്തും കടന്നില്ലുവാൻ, ഏത് ജയിലറകളിൽ കിടക്കുവാൻ, അതെ അവിടെയും അവര് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കാണാമാറ്റുന്നത് ദൈവത്തിന് ദാനമായ പരിശുദ്ധമാവുന്നതുകൊണ്ടാണ്. ഇന്ന് പകൽ സമയം ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മൾ ഉള്ളത് കൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരെ എന്നെ വിശ്വസിക്കും. നിങ്ങൾ എന്റെ കൂട്ടത്തിലുള്ളവരല്ലാകിയ വിശ്വസിക്കുന്നില്ല. ഇന്ന് പകൽ സമയം ഒരുമിച്ച് പറയാം, ഞങ്ങൾ വിശ്വാസികളാ, ക്രിസ്തുവിന്റെ കൂട്ടത്തിലുള്ളവരാ, അവന്റെ സൈന്യത്തിൽപ്പെട്ടതാ. എല്ലാവരും പറഞ്ഞാൽ എന്റെ തലമുറ, എന്റെ കുടുംബം, ഞങ്ങൾ ക്രിസ്തുവിനുള്ളതാ. ഞങ്ങൾ വിശ്വാസികളാ. ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ടാണ്. ഞങ്ങൾ വിശ്വാസികളാ നിർത്തുന്നത്. അവൻ വിശ്വസ്തനായിരിക്കുന്നു. നവകർഷണ വിശ്വസ്തയോടെ എല്ലാവരും കരങ്ങളും ദൈവത്തിന് സ്തോത്രം ചെയ്ത് കൂട്ടായ്മയുടെ ആരാധന വിളിക്കുന്നത് നമുക്ക് ഒന്നിച്ചു പറയാം, ഞങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. അവന്റെ ശബ്ദം കേൾക്കുന്നവരാ, അവനെ അനുഗമിക്കുന്നവരാ. അവൻ പോയ അതേ വഴിയിലൂടെ പോയി എത്തിക്കുവാൻ വേണ്ടി വിശ്വാസപാതയിൽ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽപ്പെടുന്നവരാണെന്ന് നമുക്ക് ആത്മാർത്ഥമായി ഒരുമിച്ച് പറയാം. വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിൽ കൈവിടാതെ വിശ്വസ്തനായ ദൈവം നമ്മെ ശക്തീകരിച്ച് മുൻപോട്ട് നയിക്കുന്ന ദൈവത്തിന്റെ ആലോചനയ്ക്കായി ഇന്ന് പകൽ സമയം സ്തോത്രം ചെയ്തുകൊണ്ട്, നിങ്ങൾ എന്റെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ അർത്ഥം, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, അവ എന്റെ കൂട്ടത്തിലുള്ളവരായിരിക്കും. ഏത് പ്രതിസന്ധിയിൽ തളർന്നു പോകാതെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, അവന്റെ കൂട്ടത്തിൽ നിൽക്കുവാൻ, ദൈവസഭയെ നിൽക്കുവാൻ, ആരാധിക്കാൻ തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൂത് കൈമാറിക്കൊണ്ട്